ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മളിവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് അല്ല, വീട്ടിലെ ആളാണ്. അതാണ് ഇവിടെ കണ്ട ഒരു പെട്ടിയുണ്ട്. ഇതൊക്കെ ഒരാൾ കൊടുന്നിറക്കിയതാണ്. രാവിലെ ഉറക്കത്തുനിന്ന് കുറേ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തു. എന്നിട്ട് പിന്നെ വേറെ പണിക്ക് പോയി. ഹലോ ഹായ്. പ്രജുന് ഇവിടെ വന്നിട്ട് പ്രജുൻ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നപ്പോൾ കുറേ സാധനങ്ങൾ കൊടുന്നു. ഇവിടെ മൊത്തം എൻ്റെ വർക്ക് സ്പേസ് സെറ്റ് ചെയ്യാണ്. അതെ, മൈ ഗോഡ്, അത് ശരി. പിന്നെ പ്രജുന്റെ ബോക്സിൽ ഹാഫീസ് നൈസ് നടക്കുന്നു. പ്രജുന്റെ ബോക്സിൽ എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. പ്രജുന്റെ ബോക്സിൽ കുറെ പെട്ടികൾ സാധനങ്ങളുണ്ട്. വീണ്ടും പെട്ടികൾ, അയ്യോ വീണ്ടും പെട്ടികള്. പിന്നെ വേറെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് പ്രജുവിന്റെ ഒരു എയർ ഫ്രയർ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഹെൽത്തി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് എണ്ണയിൽ പോയിട്ട് സാധനം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് പ്രജുവിന്റെ. പക്ഷെ ഇതേ പ്രജുനാണ് ഒരു കുപ്പി ഈ ഒരു കുപ്പി എണ്ണ വാങ്ങിയത് പ്രജു തന്നെയാണ്. പിന്നെ നമ്മള് ഒരുപാട് ഓടി ഇതിന്റെ പിറകെ നടന്ന് ഒരുപാട് നടന്ന് ക്ഷീണിക്കുമ്പോ കിടക്കാൻ വേണ്ടി വലിയൊരു മാറ്റ് കൊടുത്തിട്ടുണ്ട് പ്രജു നാട്ടിൽ തന്നപ്പോ. അനുജിക്ക് എന്താണ് പറയാനുള്ളത്? അതെ, പ്രജു കൊടുത്ത സാധനങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? വീടിന്റെ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് അനില് പറയാനുള്ളത് പറഞ്ഞാൽ കൂടുതൽ സമയം ഒരു ദിവസം ചെലവാക്കുന്നത് ബാത്റൂമിൽ. അതുകൊണ്ട് തന്നെ അവിടെ 2 LED സ്ട്രിപ്പ് അതെ, അല്ലെ ബാത്റൂം വാങ്ങാൻ പോയപ്പോ ബാത്റൂം പോകാൻ വേണ്ടി നോക്കിയ സ്പീക്കർ ഇവിടെ ഇല്ലേ? അതിന്റെ ബാത്റൂമിലാണ് ഇത്. അതിന്റെ ബാത്റൂം പോകാൻ വേണ്ടി വാങ്ങിയ സ്പീക്കറാണ്. വിചാരിക്കുന്ന പോലെ ബാംഗ്ലൂർ ഒരു സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചല്ല, മുംബൈ ബോംബെയിൽ പോയി കണ്ടുപിടിച്ച് വാങ്ങിച്ചു. ക്യൂട്ട് ഇല്ലേ? ഇത് പ്രത്യേകം പറഞ്ഞു. മറ്റൊരു ക്യൂട്ട് ഉണ്ട്, ഇപ്പൊ വർക്ക് ചെയ്യില്ല ഗൈസ്. ഇത് മറ്റൊരു ക്യൂട്ട് ആയിരുന്നു. അതെ, ഒരു ദിവസം വർക്ക് ചെയ്തു, ഒരു ദിവസം പോലും വർക്ക് ചെയ്തില്ല. എഡിറ്റിംഗ് ഒന്നുമില്ലേ? അതെ, കസ്റ്റം മെയ്ഡ് കർട്ടനാണ് അത് പൊക്കുന്നതും താത്തുന്നതും ഒരു ഭയങ്കര ടെക്നോളജി വെച്ചിട്ടാണ് അത് വർക്കുന്നത്. ഓട്ടോമേറ്റഡ് ആണ് ഫുള്ളി. കണ്ടോ അത് എങ്ങനെയാണ് കർട്ടൻ വെക്കുക. അതെ, അതാണ് അത് കാണിക്കാൻ വേണ്ടി നമ്മൾ താഴോട്ട് വന്നു അല്ലേ? അപ്പൊ നമുക്ക് പ്രജുവിന്റെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ട്രാൻസ്ഫോർമേഷൻ പിന്നെ കാണാം.